കുരുവട്ടൂർ നൗഷാദ് മൗലവി കുറേ കാലം എ പി ഉസ്താദിൻ്റെ സ്വന്തം ആളായിട്ട് ചമഞ്ഞ് നടന്നു. എ പി ഉസ്താദ് ഞങ്ങൾ പറയുന്ന ആശയത്തിലാണ്. എ പി ഉസ്താദിനെ മറ്റുള്ള ആരെല്ലാം ഹൈജാക്ക് ചെയ്യുകയാണ് എന്നൊക്കെ പ്രചരിപ്പിച്ച് നടന്ന അവൻ നിലനിൽപ്പില്ലാതെയായപ്പോൾ ഇപ്പോൾ ഉസ്താദിനെ നേരിട്ട് ആക്ഷേപിക്കാൻ, ഉസ്താദിനോട് മറുപടി പറയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ട് എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് പോൽ. അതിന് മറുപടി പറയണം ആര്? കാന്തപുരം ഉസ്താദ് മറുപടി പറയണമെന്ന് ഈ പടുജാഹില് നൗഷാദ് മൗലവി ഉസ്താദിനെ വെല്ലുവിളിക്കുകയാണ്. എന്റെ ചോദ്യം ഈ പൂനൂരിലെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കട്ടെ എന്നും. എന്താ ചോദ്യം? 40 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ട് എന്ന വാദം കൊണ്ടുവന്നപ്പോ വഹാബികൾക്ക് നേരെ തിരിഞ്ഞ് സൂര്യന് നിഴലില്ല എന്ന് പറയുമ്പോ ശങ്കിക്കാത്ത നീ, ആ സൂര്യനേക്കാൾ പ്രകാശമുള്ള നൂറിന്റെ ഐനായ ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലില്ല എന്ന് പറയുമ്പോൾ എന്തിനാണോ നീ സംശയിക്കുന്നത് എന്ന് ആ വലിയ ഗൗരവത്തിൽ ചോദിച്ച കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് എന്തുകൊണ്ട് സ്വന്തം മകനായി ശിഷ്യനായി നിങ്ങൾ വാഴ്ത്തി പറഞ്ഞ പേരോട് മൗലവിയുടെ ഈ നിഴൽവാദത്തെ ഗണ്ണിക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? 10 വർഷമായില്ലേ അയാൾ ഈ വാദം വാദിച്ചിട്ട്? പിന്നെ എന്ത് അനന്തരാവകാശങ്ങൾ ഈ പറയണം? അനന്തരാവകാശികൾ ദീനിനെതിരെ പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നവരാണോ? ഇതാണ് സഹോദരങ്ങളെ കുരുവട്ടൂർ ത്വരീഖത്ത്. ഇവർക്ക് എന്ത് ആത്മീയതയാണുള്ളത്? തസവുഫ് പറയാൻ ഇവർക്ക് എന്താണ് അധികാരമുള്ളത്? മഹാന്മാരായ ആലിമീങ്ങളെ പച്ചക്ക് തെറി പറയുന്ന, അവരെ ജനമധ്യത്തിൽ ആക്ഷേപിക്കുന്ന ഈ വിഭാഗത്തിന് എന്ത് ആത്മീയതയാണ് പറയാൻ അധികാരമുള്ളത്? അവരുടെ ആ ത്വരീഖത്ത് എന്ന് അവർ പറയപ്പെടുന്ന ആ മാർഗം ഒരിക്കലും തന്നെ ശരിയല്ല. മഹാന്മാരായ സംസ്ഥയുടെ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയും റഈസുൽ ഉലമയും നയിക്കുന്ന ഈ സംസ്ഥയുടെ കീഴിൽ തന്നെ നാം അടിയുറച്ച് നിൽക്കണം. അവർ മാറി നിൽക്കണമെന്ന് പറഞ്ഞ എല്ലാ കമ്പനികളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക തന്നെ വേണം. മഹാനായ പേരോട് ഉസ്താദ് എന്താണ് പറഞ്ഞത്? നിഴല് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞോ? അവിടുന്ന് എന്താ പറഞ്ഞതെന്ന് അവിടുന്ന് തന്നെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ആ വിശദീകരണമൊന്നും ഇവർ കേൾക്കൂല. ഇവർ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേനെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങളാരും ധരിക്കുകയും വേണ്ട, ഞാൻ വിവരമുള്ളവരാണെന്ന് വിചാരിച്ചു നിങ്ങളാരും എന്റെ കൂടെ കൂടുകയും വേണ്ട. അതേ സമയത്ത് ഇമാമിങ്ങളുടെ കൂടെ കൂടിക്കോളണം, ഇമാമിങ്ങളെ പിന്തുടർന്നോളണം. ഞാൻ ഡോക്ടറല്ല, ഞാൻ കമ്പൗണ്ടറാണ്, ഞാൻ മരുന്ന് എടുത്തു കൊടുക്കൽ മാത്രമാണ്. എന്റെ വകയിൽ മരുന്ന് പറയലില്ല. ഇമാമിങ്ങളാകുന്ന ഹൃദയത്തിന്റെ ഡോക്ടർമാരും തങ്ങൾ എന്ത് പറഞ്ഞു, എന്ത് പറഞ്ഞു, എന്ത് പറഞ്ഞു. അതേ ലോകത്ത് കഴിഞ്ഞുപോയ ഔലിയാക്കളായ ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു. ആ മരുന്ന് എടുത്തു തരാനല്ലാതെ എന്റെ സ്വന്തം വകയിൽ മരുന്ന് തരാൻ ഞാൻ ഡോക്ടറല്ല. ആ ഇമാമിങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി ഞാൻ എപ്പോഴെങ്കിലും വല്ലതും പറഞ്ഞതും ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ എന്റെ ഗീബത്ത് പറയുന്നതിന് പകരം ഞാനുമായി ബന്ധപ്പെട്ട് അത് എന്നോട് തന്നെ വിശദീകരണം ചോദിക്കണേ. സുബ്ഹാനല്ലാഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂര്യന്റെയോ ചന്ദ്രന്റെയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും വിളക്കിന്റെയോ ലൈറ്റിന്റെയോ സമീപത്തുകൂടി നടന്നു പോകുമ്പോ, നമ്മളൊക്കെ നടന്നു പോകുമ്പോൾ അതിന്റെ മറുവശത്തൊരു ഇരുട്ടുണ്ടാകും, അതിന് നിഴലെന്ന് പറയുമല്ലോ. ആ ഒരു നിഴലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നില്ല.
അങ്ങനെ ഒരു നിഴൽ റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണാടി നോക്കാറുണ്ട്. കണ്ണാടിയിൽ നബി തങ്ങളെ നിഴൽ കാണാറുണ്ട്. അതിന് നിഴൽ തന്നെയാണ് മലയാളത്തിൽ പറയാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, നില്ലീവവില്ലക്കും, എന്റെയും നിങ്ങളുടെയും നിഴൽ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഇരുട്ട് നിഴലല്ല, പ്രകാശ നിഴലാണെന്ന് ഇമാമിയങ്ങൾ വിവരിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഈ കാര്യം ഞാൻ നന്നായി വിശദീകരിച്ചപ്പോ ഒരു പണ്ഡിതനും പിന്നെ അതിൽ തർക്കമില്ല, ഒരാളും അത് ചോദ്യം ചെയ്തില്ല. ഞാൻ ഇമാമിയങ്ങളെ കിതാബല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴും നിസ്കാരം വേണ്ടെന്ന് പറയുന്നവര്, നിസ്കാരമില്ലാതെയാക്കുന്നവര്, ജനങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും എന്റെ പേര് ഗീബത്ത് പറഞ്ഞു നടക്കുന്നവരുണ്ട്. അല്ലാഹു അവർക്ക് നല്ലത് പറയാനുള്ള തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, എന്റെ മുഅ്മിനീങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അതേ, വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസൂഇ, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കേണ്ട യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചത്, ആരോപണം ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത യൂസുഫ് നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നു. അല്ലെങ്കിൽ യൂസുഫ് നബിയുടെ ദഅവത്തിന്റെ രംഗത്ത് വിഷയം പ്രയാസമാകുമായിരുന്നു. അതുകൊണ്ട് അത് ബോധ്യപ്പെടുത്തിയതുപോലെ ഞാനും ഈ കാര്യം എന്റെ മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. ഞാനത് പരസ്യമായി പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സാധാരണ നിഴലെന്ന് പറയുന്ന ഈ ഇരുട്ട് നിഴലുണ്ടല്ലോ, അത് റസൂലുള്ളാഹിക്കുണ്ടെന്നൊരു വാദം എനിക്കുണ്ടെന്നും വേറെ പണ്ഡിതന്മാര് പറയാത്തത് ഞാൻ പറഞ്ഞുവെന്നും ഒരാളും എന്നെ കുറിച്ച് പറയരുതെന്ന് ഞാൻ പരസ്യമായി അവർക്ക് പ്രസംഗിച്ച് CD ഇറക്കിയതാണ്. പക്ഷേ ഇന്നും അതാ നിസ്കാരം വേണ്ടെന്ന് പറയുന്നവര്, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ തൗഹീദിൽ കലർപ്പ് നടത്തുന്നവര്, ഇമാമിങ്ങളെ പുച്ഛിച്ച് സംസാരിക്കുന്നവര്, ഖിദ്ർ നബി അലൈഹിസ്സലാമിന്റെ ഗീബത്ത് പറയുന്നവര്, എന്റെ ഗീബത്ത് ഇന്നും പറയുന്നുണ്ട്. അതിലെനിക്ക് ചെറിയ സന്തോഷമുണ്ട്. മഹാനായ ഖിദ്ർ അലൈഹിസ്സലാമിനെ കുറിച്ച് ഗീബത്ത് പറയുന്നവര്, CM വലിയുള്ളാഹിനെ കുറിച്ച് പറയുന്നവര്, അങ്ങനെ ഔലിയാക്കളായ മഹാന്മാരെയും അമ്പിയാക്കളെയും തന്നെ കുറ്റം പറയുന്നവര്, അക്കൂട്ടത്തിൽ എന്നെയും പറഞ്ഞ കാരണത്താൽ ആ മഹാന്മാരുടെ കൂടെ എനിക്ക് വന്ന് സീറ്റ് കിട്ടിയാലോ എന്നൊരു ചെറിയ ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ അവര് തൗബ ചെയ്യുന്നത് അവർക്ക് നല്ലതാണ്. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് കേട്ടില്ലേ നിങ്ങൾ? ഉസ്താദ് അവർകൾ ഇതൊക്കെ എന്നോ വിശദീകരിച്ചാണ്, വളരെ വ്യക്തമായി വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലില്ല. അത് കിതാബ് ഉദ്ധരിച്ചിട്ട് ഉസ്താദ് വിവരിച്ചതാണ്. പിന്നെയും റസൂലുള്ളാഹിക്ക് നിഴലുണ്ട് എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഉസ്താദിൻ്റെ പേരിൽ പച്ചക്കളവ് എന്നും പ്രസംഗിച്ച് നടക്കുന്ന ഈ മനുഷ്യൻ, ഇതൊക്കെ എത്ര തൊലിക്കെട്ടുള്ള മനുഷ്യനാണ്. ജനങ്ങളിതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നൊരു ധാരണ പോലും അദ്ദേഹത്തിന് എപ്പോഴും കളവ് പറഞ്ഞ് നടക്കുകയാണ്. എന്നിട്ട് ഉസ്താദിനോട് മറുപടി പറയാൻ AP ഉസ്താദ് അതിന് മറുപടി പറയണം. വേറെ പണി നോക്ക്, അതാണ് പറയാനുള്ളത്.